ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടേസ്റ്റി ഈസി കുക്ക്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഞാനിതിന് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ ഷേപ്പിലുള്ള പാസ്ത മക്രോണി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താ ചെയ്യുക, കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതൊരു 1 മിനിറ്റോളം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ്, ചിക്കൻ, മഷ്റൂം അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം. അതൊരു കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്. പിന്നെ അത് കുട്ടികൾക്കും കുറച്ച് വെജിറ്റബിൾസ് ഉള്ളിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്കും വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. പിന്നെ മഷ്റൂമും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നഗ്ഗറ്റ്സാണ് ഞാൻ ഇതിനേക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊരു പാനിൽ, ഒരു ഫ്രൈ പാനിൽ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ വഴറ്റി കൊടുക്കാം. ആദ്യം മെയിൻലി വഴറ്റേണ്ടത് നമ്മുടെ സവാളയും തക്കാളിയാണ്. കാരണം അത് പച്ചയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചിക്കനും പിന്നെ മഷ്റൂമുമാണ്. ക്യാപ്സിക്കം നമ്മൾ വല്ലാണ്ട് അങ്ങനെ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്കിഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാപ്സിക്കം കുറച്ച് കടിക്കാൻ കിട്ടുന്നതാണ് എനിക്ക് കുറച്ച് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒരുപാട് വഴറ്റിയിട്ടില്ല. ബാക്കി ഈ ചിക്കനൊക്കെ നല്ലോണം ഞാനിങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് പച്ചയായിട്ട് ഇങ്ങനെ എനിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ മഷ്റൂം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ, കാരണം ഇതൊക്കെ പച്ചയായിട്ട് കടിച്ചു കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഈ 3 കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക്, എൻ്റെ ഹസ്ബൻഡിനെ പോലുള്ള ആൾക്കാർക്ക് ഒക്കെ ഇത് നന്നായിരിക്കും. കുറേ മാക്സിമം വെജിറ്റബിൾസ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഒരു ക്രീമി ആ ഒരു ഇറ്റാലിയൻ ഫ്ലേവർ വരുന്നത് കാരണം ആ ഒരു രുചി വെച്ചിട്ട് അവരങ്ങ് കഴിച്ചിറക്കിക്കോളും. പിന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് അരിയുന്ന കാരണം അവർക്കിങ്ങനെ എടുത്ത് പെറുക്കി മാറ്റിയിട്ട് ഇഷ്ടമുള്ള പീസ് സെലക്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. എല്ലാം കൂടെ ഒരു സ്പൂൺ കോരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കോരും. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട്, ഇതെല്ലാ ക്യാപ്സിക്കവും മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് സോൾട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സോൾട്ട് കൂടി പോരുത് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി മക്രോണി ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത സമയത്ത് നമ്മൾ സോൾട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സോൾട്ട് കൂടിപ്പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് ഇതെല്ലാം വഴണ്ടി വന്നതിന് ശേഷം ഞാനൊരു ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മിൽക്ക് ഇല്ലാത്തവർ നിങ്ങൾക്ക് എന്താ ചെയ്യുക, പാക്കറ്റ് മിൽക്ക് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി, 1 ഗ്ലാസ് പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പാലിങ്ങനെ പൊട്ടി ഇങ്ങനെ പോകാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓവർ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ പാലിങ്ങനെ പിരിഞ്ഞ പോലെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഓയിലും വെജിറ്റബിൾസിൻ്റെയൊക്കെ ഈ സംഭവങ്ങൾ ഇറങ്ങിയിട്ടാണ് കേട്ടോ അതങ്ങനെ വരുന്നത്. പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ കലക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് 1 ഗ്ലാസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് സോസ് ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുമ്പം അതിൻ്റെ ഒരു സോസും കൂടി ഇങ്ങനെ മിക്സായിട്ട് കൂടുതൽ സോസ് അതിലിങ്ങനെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരുപാട് തിക്കായിട്ട് അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പാസ്ത എനിക്കിഷ്ടമല്ല. എനിക്ക് കുറച്ച് ലൂസായിട്ട് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാനിതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് പിസ്സ സോസാണ്. പിസ്സ സോസ് ഞാനിപ്പം അമേരിക്കൻ ഗാർഡനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഏതായാലും കുഴപ്പമില്ല. പാസ്ത സോസ് യൂസ് ചെയ്യുന്നതിനേക്കാളും പ്രത്യേകം ശ്രദ്ധിക്കുക, പിസ്സ സോസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനൊരു 2 സ്പൂൺ പിസ്സ സോസ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പിങ്ക് ഫ്ലേവർ ആയിട്ടുള്ള പാസ്ത കിട്ടും. വൈറ്റ് സോസ് പാസ്തയല്ല ഞാനിതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്, പിങ്ക് ഫ്ലേവർ പാസ്തയാണ് എനിക്കിഷ്ടം. ഇറ്റാലിയൻ പാസ്തയാണ്. നിങ്ങൾക്ക് വെറും വൈറ്റ് സോസ് മാത്രമാണെങ്കിൽ ഈ പിങ്ക് സോസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിസ്സ സോസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
വെറും പിങ്ക് സോസ് മാത്രമാണ് വേണ്ടെങ്കിൽ വെറും പിസ്സ സോസ് മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഞാനൊരു ഷീറ്റ് ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസ് ഇളക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള പാസ്ത, അതായത് മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഒന്ന് ഈ ഫ്ലേവറൊക്കെ അതിലേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലതുപോലെ അത് ചൂടാക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൊസറല്ല ചീസ് കുറച്ചധികം ഞാൻ വിതറുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കുമ്പോൾ ആ ഒരു നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു വരുന്ന ആ സംഭവം നമ്മൾ കണ്ടിട്ടില്ലേ, പിസ്സയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇറ്റാലിയൻ പാസ്തയിൽ നമുക്കത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇറ്റാലിയൻ പാസ്ത നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇതുപോലെ ഇങ്ങനെ വരും. അത് നല്ല ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ ആ ഒരു ക്രീമി ഫ്ലേവർ കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന, ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഇറ്റാലിയൻ പാസ്തയാണ്. പിന്നെ സ്പൈസി ഇഷ്ടമുള്ളവർ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാസ്ത. യമി അല്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുക്കായി ഓരോ മക്രോണിയിലും അതിൻ്റെ ഫ്ലേവർ ഇറങ്ങണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് നല്ലോണം ഒരുപാട് തിക്കാവണ്ട. എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. ചെറിയൊരു തിക്കാവുമ്പോഴത്തേക്കും ഞാൻ തീ ഓഫാക്കി കൊടുക്കും. തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം ചൂടൊന്ന് ചെറുതായിട്ട് മാറുമ്പോൾ തന്നെ ഒന്നും കൂടി അത് തിക്കാവും. അപ്പം കുറച്ച് ലൂസായിട്ടിരുന്നാലും നിങ്ങളത് തീ ഓഫാക്കി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിലാണ് എനിക്കിഷ്ടം പാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പാസ്ത റെസിപ്പി. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഷെയർ ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത നിങ്ങൾക്ക് ഏത് വിഭവമാണ് നിങ്ങൾക്ക് കഴിക്കാൻ അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.